ലോകം ഇന്ന് സാങ്കേതിക വിദ്യയുടെ പിന്നാലെ ഓടുമ്പോൾ ആ ഓട്ടത്തിൽ മുൻപന്തിയിലേക്ക് കുതിക്കുകയാണ് നമ്മുടെ ഇന്ത്യ. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളെ നോക്കി നിന്നിരുന്ന ഇന്ത്യ ഇന്ന് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ നോക്കി അത്ഭുതത്തോടെ നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ്. ബഹിരാകാശത്ത് ഇന്ത്യയുടെ പതാക പാറിച്ചതും സൈനിക രംഗത്ത് ഇന്ത്യ കൈവരിച്ച കരുത്തുറ്റ നേട്ടങ്ങളും നാം കണ്ടതാണ്. എന്നാൽ ഇന്നിതാ സാങ്കേതിക ലോകത്തിന്റെ തന്നെ നെടുംതൂണായ ഒരു രാജ്യത്തിന്റെ ഭാവി തീരുമാനിക്കുന്ന നിർണായകമായ ഒരു മേഖലയിൽ ഇന്ത്യ വീണ്ടും ചരിത്രം കുറിക്കാൻ പോവുകയാണ്. അതെ, ചിപ്പ് നിർമ്മാണം. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫോണാകട്ടെ, കമ്പ്യൂട്ടർ ആകട്ടെ, അല്ലെങ്കിൽ രാജ്യത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുന്ന അത്യാധുനിക മിസൈലുകളാകട്ടെ, ഇതിന്റെ എല്ലാം ഹൃദയം ഇനി ഇന്ത്യൻ മണ്ണിൽ നിന്നായിരിക്കും. 1.27 ലക്ഷം കോടി രൂപയുടെ ബൃഹത്തായ പദ്ധതിയുമായി ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 ഔദ്യോഗികമായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ മിഷന്റെ പ്രത്യേകത? എന്തുകൊണ്ട് ലോകം മുഴുവൻ ഇന്ത്യയുടെ ഈ നീക്കത്തെയും ഭയത്തോടെയും ആദരവോടെയും നോക്കുന്നു? കഴിഞ്ഞ 5 വർഷത്തെ ഇന്ത്യയുടെ യാത്ര എങ്ങനെയായിരുന്നു? ഈ വമ്പൻ പദ്ധതിയുടെ പിന്നിലെ സത്യാവസ്ഥ എന്താണ്? നമുക്ക് പരിശോധിക്കാം. ഇലക്ട്രോണിക്സ് നിർമ്മാണ രംഗത്ത് ആഗോള ശക്തിയാകാനുള്ള ഇന്ത്യയുടെ യാത്രയിൽ മറ്റൊരു നാഴികക്കല്ല് കൂടി വരികയാണ്. ചിപ്പ് നിർമ്മാണത്തെ പ്രോത്സാഹിപ്പിക്കാനായി ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 എന്ന രണ്ടാം ഘട്ട പദ്ധതിക്ക് കേന്ദ്ര മന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകി. ഇറക്കുമതിയെ ആശ്രയിക്കാതെ രാജ്യത്ത് തന്നെ അത്യാധുനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ സുപ്രധാന തീരുമാനം. 5 വർഷം മുമ്പ് ആരംഭിച്ച ആദ്യ സെമി കണ്ടക്ടർ സംരംഭത്തിന്റെ തുടർച്ചയായാണ് ഈ രണ്ടാം ഘട്ടം വരുന്നത്. ആദ്യഘട്ടത്തിൽ 75,000 കോടി രൂപ അനുവദിച്ചപ്പോൾ 1.64 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ടാറ്റ ഇലക്ട്രോണിക്സ് അടക്കമുള്ള പ്രമുഖ കമ്പനികളാണ് ഇതിൽ പ്രധാന നിക്ഷേപകർ. 12 വൻകിട പദ്ധതികൾ ഇതിനകം അനുമതി തേടിയിട്ടുണ്ട്. കേന്ദ്ര IT മന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ച പ്രകാരം സെമി കണ്ടക്ടർ മിഷന് പുറമെ മൊബൈൽ ഫോൺ നിർമ്മാണ പദ്ധതിക്ക് 62,000 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അടിസ്ഥാന സൗകര്യം വികസനം, യൂറിയ ഉൽപാദനത്തിലെ സ്വയം പര്യാപ്തതയ്ക്കായി പുതിയ ദേശീയ നിക്ഷേപ നയം, 2 പ്രധാന റെയിൽവേ ലൈൻ വികസന പദ്ധതികൾ തുടങ്ങി 4ാമത്തെ ലൈൻ എന്നിവയ്ക്കും മന്ത്രിസഭ അനുമതി നൽകിയിട്ടുണ്ട്. ഇനി ഒരു ചിപ്പ് അഥവാ സെമി കണ്ടക്ടർ എന്ന് കേൾക്കുമ്പോൾ സാധാരണയായി വിചാരിക്കുന്നത് അത് വെറുമൊരു ചെറിയ കമ്പ്യൂട്ടർ പാർട്ട് മാത്രമാണെന്നാണ്. പക്ഷേ സത്യം അതല്ല. ഇന്നൊരു വാഷിംഗ് മെഷീൻ മുതൽ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ വരെ, അത്യാധുനിക യുദ്ധവിമാനങ്ങൾ മുതൽ നമ്മൾ സഞ്ചരിക്കുന്ന കാറുകൾ വരെ, ഇതിലെല്ലാം പ്രവർത്തിക്കുന്നത് ഈ ചിപ്പുകളാണ്. ലോകത്തിന്റെ എണ്ണ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അത്രയും പ്രാധാന്യമുണ്ട് ഈ ചിപ്പുകൾക്ക്. അവിടെയാണ് ഇന്ത്യയുടെ മാസ്റ്റർ പ്ലാൻ വരാൻ പോകുന്നത്. കഴിഞ്ഞ 5 വർഷം മുമ്പാണ് ഇന്ത്യ ഈ മേഖലയിലേക്ക് ശ്രദ്ധ തിരിച്ചത്. അന്ന് 76,000 കോടി രൂപയുടെ ഒരു പാക്കേജാണ് സർക്കാർ മുന്നോട്ട് വെച്ചത്. എന്നാൽ ഇന്ന് അവസ്ഥ മാറി. ആദ്യ പദ്ധതിയുടെ വൻ വിജയത്തിന് ശേഷം ആത്മവിശ്വാസത്തോടെയാണ് സർക്കാർ 1 ലക്ഷം കോടി രൂപയുടെ ഇന്ത്യ സെമി കണ്ടക്ടർ മിഷൻ 2.0 പ്രഖ്യാപിച്ചിരിക്കുന്നത്. എന്താണ് ഇതിന്റെ ഗുണം? ആദ്യഘട്ടത്തിൽ 1 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇന്ത്യയിലേക്ക് എത്തിയത്. ടാറ്റ ഇലക്ട്രോണിക്സ് പോലുള്ള വമ്പൻ കമ്പനികൾ ഇതിനകം തന്നെ ചിപ്പ് നിർമ്മാണത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. ഈ രണ്ടാം ഘട്ടത്തോടെ ഇന്ത്യ മറ്റു രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് പതുക്കെ കുറഞ്ഞ് ഇന്ത്യ തന്നെ ഒരു ഗ്ലോബൽ ചിപ്പ് ഹബ്ബായി മാറാൻ പോവുകയാണ്. ഈ സെമി കണ്ടക്ടർ മിഷൻ മാത്രമല്ല, ഇന്ത്യയുടെ വികസനത്തിന്റെ വേഗത ഒന്ന് വേറെ തന്നെയാണ്. നോക്കൂ, മൊബൈൽ ഫോൺ നിർമ്മാണ മേഖലയിൽ വൻ കുതിപ്പിനായി 62,000 കോടി രൂപയുടെ ഒരു പദ്ധതി വേറെ വരുന്നു. ഇനി റെയിൽവേയുടെ കാര്യമെടുത്താൽ പാരീദീപ് ഹരിദാസ്പൂർ ലൈൻ ഇരട്ടിപ്പിക്കലും തുടങ്ങി 4ാമത്തെ ലൈനും ഒക്കെ വരുമ്പോൾ ചരക്ക് നീക്കവും യാത്രയും കൂടുതൽ സുഗമമാകും. അപ്പോൾ ഇതെല്ലാം ചേർന്ന് ഇന്ത്യ ഒരു സാമ്പത്തിക ശക്തിയാക്കാനുള്ള കൃത്യമായ റൂട്ട് മാപ്പാണ് സർക്കാർ തയ്യാറാക്കിയിരിക്കുന്നത്. ഇനി തീർച്ചയായും ഇത് വെറുമൊരു സാമ്പത്തിക പ്രഖ്യാപനം മാത്രമല്ല, ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കുന്ന ഒരു വലിയ കുതിച്ചുചാട്ടം തന്നെയാണ്. ചിപ്പ് നിർമ്മാണത്തിൽ നമ്മൾ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്ന് പറഞ്ഞാൽ അത് വരും തലമുറയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ സമ്മാനമാണ്. ഇതിന്റെ വലുപ്പം ഒന്ന് ആലോചിച്ചു നോക്കൂ. ആഗോളതലത്തിൽ നിർണായക സ്ഥാനം. ഇന്ന് ലോകത്തിലെ വമ്പൻ രാജ്യങ്ങൾ പോലും ചിപ്പിനായി പരസ്പരം മത്സരിക്കുമ്പോഴാണ് ഇന്ത്യ ഈ രംഗത്ത് തന്റേതായ ഇടം ഉറപ്പിക്കാൻ പോകുന്നത്. ഇത് ഇന്ത്യയുടെ നയതന്ത്രപരവും സാങ്കേതികവുമായ പവർ വർദ്ധിപ്പിക്കുകയാണ്. രണ്ടാമതായി തൊഴിലവസരങ്ങൾ. ഇത്രയും വലിയ നിക്ഷേപം വരുന്നത് വഴി ആയിരക്കണക്കിന് യുവാക്കൾക്ക്, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ളവർക്ക് ഉയർന്ന നിലവാരത്തിലുള്ള ജോലികൾ ലഭിക്കും. നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ പ്രാവർത്തികമാക്കാൻ സാധിക്കുമെന്നത് വലിയൊരു കാര്യമല്ലേ? സാങ്കേതിക സ്വയം പര്യാപ്തത. ഫോൺ മുതൽ മിസൈൽ വരെ ഏതിനും ചിപ്പുകൾ വേണം. ഈ ഘടകങ്ങൾക്കായി ഇനി മറ്റ് രാജ്യങ്ങളെ കാത്തിരിക്കേണ്ടി വരില്ല എന്നത് രാജ്യസുരക്ഷയുടെ കാര്യത്തിലും വളരെ പ്രധാനമാണ്.
ഇനി നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, ഇനി മുതൽ വാങ്ങുന്ന ലാപ്ടോപ്പിലോ ഫോണിലോ മെയ്ഡ് ഇൻ ഇന്ത്യ ചിപ്പുകൾ ഉണ്ടെന്ന് കാണുമ്പോൾ നമുക്ക് എത്ര അഭിമാനമായിരിക്കും. ഇതുപോലൊരു മാറ്റം ഇന്ത്യയിൽ സംഭവിക്കുമെന്ന് 10 വർഷം മുമ്പ് നമ്മൾ കരുതിയിരുന്നോ? ഇനി ഈ പദ്ധതിയെക്കുറിച്ച് ഉയരുന്ന ചില വിമർശനങ്ങളെ കൂടി നമുക്ക് പരിശോധിക്കാം. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. ഇത്രയും വലിയ തുക സബ്സിഡിയായി നൽകുന്നത് ശരിയാണോ? എന്നും ലോകോത്തര നിലവാരമുള്ള ചിപ്പുകൾ ഉണ്ടാക്കാൻ ഇന്ത്യക്ക് കഴിയുമോ? ചിലർ ഈ ചോദ്യങ്ങളൊക്കെ ഇങ്ങനെ ഉയരുന്നുണ്ട്. മറുപടി ലളിതമാണ്. ഇതൊരു വലിയ നിക്ഷേപമാണ്. തുടക്കത്തിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. പക്ഷേ ഒരു രാജ്യം സാങ്കേതികമായി സ്വയം പര്യാപ്തമാകണമെങ്കിൽ ഇത്തരം വലിയ റിസ്കുകൾ ഏറ്റെടുത്തേ തീരും. ഇന്ന് ലോകം മുഴുവൻ ചിപ്പ് ക്ഷാമം നേരിടുമ്പോൾ സ്വന്തമായി ഉൽപാദന കേന്ദ്രങ്ങളുള്ള രാജ്യത്തിനാണ് ഭാവിയിൽ മുൻതൂക്കം. വിമർശനങ്ങൾ സ്വാഭാവികമാണ്. പക്ഷേ ഒരു ഗ്ലോബൽ മാനുഫാക്ചറിംഗ് ഹബ്ബ് എന്ന ഇന്ത്യയുടെ ലക്ഷ്യത്തിലേക്കുള്ള ദൂരത്തിൽ ഇത്തരം വെല്ലുവിളികൾ നാം അതിജീവിക്കുക തന്നെ ചെയ്യും. ഇനി ഈ പ്രഖ്യാപനം വരുമ്പോൾ പതിവ് പോലെ വിയോജിപ്പുമായി ചിലരെത്തും. എന്തിനാ ഇത്രയും പണം കളയുന്നത്? ഇതൊക്കെ നടക്കുമോ എന്നൊക്കെ ചോദിക്കുന്നവർ ഒരു കാര്യം മറന്നു പോകുന്നു. ഇന്ത്യ വികസിക്കുമ്പോൾ, സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തുന്നവർ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പദ്ധതി വെറും ചിപ്പ് നിർമ്മാണം മാത്രമല്ല, ഇതൊരു ടെക്നോളജി കൂടിയാണ്. അതായത് സാങ്കേതിക വിദ്യയിൽ നമ്മൾ മറ്റൊരാളെയും ആശ്രയിക്കാത്ത അവസ്ഥ. നമുക്ക് ചിപ്പ് കിട്ടാത്തൊരവസ്ഥയുണ്ടായിരുന്നു. അന്ന് നമ്മൾ മറ്റുള്ളവർക്ക് മുന്നിൽ കൈനീട്ടി നിന്നു. ആ അവസ്ഥ ഇനി ആവർത്തിക്കരുത് എന്ന് കരുതുന്നതിൽ എന്താണ് തെറ്റ്? വിമർശനങ്ങൾ എപ്പോഴും ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷേ ആ വിമർശനങ്ങൾ കണ്ട് മടങ്ങിപ്പോയ ഒരു രാജ്യം ലോകത്ത് വളർന്നിട്ടില്ല. ഇന്ന് ഇന്ത്യ വൻ കൊതിപ്പിലാണ്. 10 വർഷം മുമ്പ് നമ്മൾ വിദേശത്ത് നിന്ന് മൊബൈൽ ഫോൺ ഇറക്കുമതി ചെയ്തിരുന്ന സ്ഥാനത്ത് ഇന്ന് ഇന്ത്യ മൊബൈൽ ഫോൺ നിർമ്മിച്ച് ലോകത്തിന് കൊടുക്കുന്നു. ഇന്ത്യയുടെ ഈ സെമി കണ്ടക്ടർ മുന്നേറ്റം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് അന്താരാഷ്ട്ര തലത്തിൽ വലിയൊരു പവർ ഗെയിം തന്നെയാണ്. സെമി കണ്ടക്ടർ വിപണിയിൽ ദശാബ്ദങ്ങളായി ആധിപത്യം പുലർത്തിയിരുന്ന ചില രാജ്യങ്ങളുണ്ട്. തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ മാത്രം വിപണിയിൽ വാഴണം എന്ന് ആഗ്രഹിക്കുന്നവർ. ഇന്ത്യ ഇന്ന് ആ രംഗത്തേക്ക് ശക്തമായി കടന്നു വരുന്നത് അവരുടെ ഉറക്കം കെടുത്തുന്ന കാര്യമാണ്. ഇന്ത്യ സെമി കണ്ടക്ടർ നിർമ്മാണത്തിൽ സ്വയം പര്യാപ്തമായാൽ വിദേശ രാജ്യങ്ങളുടെ അമിത വിലക്കും കുത്തകയ്ക്കും വലിയ തിരിച്ചടിയാകും ലഭിക്കുക. നമ്മുടെ അയൽപ്പക്കത്ത് തന്നെ കിടമത്സരങ്ങൾ നടത്തുന്ന ചില രാജ്യങ്ങളുണ്ട്. സാങ്കേതികമായി ഇന്ത്യയേക്കാൾ മുന്നിലാണെന്ന് അഹങ്കരിച്ചിരുന്ന അവർ ഇന്ന് ഇന്ത്യയുടെ ഈ വളർച്ച കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ഈ വികസനം തടസ്സപ്പെടുത്താൻ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടക്കാം. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാനും പദ്ധതിയുടെ പോരായ്മകൾ പെരുപ്പിച്ചു കാട്ടി ആളുകളിൽ സംശയം ജനിപ്പിക്കാനും ചില ശക്തികൾ ശ്രമിക്കും. എന്നാൽ ഒന്നോർക്കുക, ഇത് നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ്. നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും സാമ്പത്തിക ഭദ്രതയ്ക്കും ഭാവി തലമുറയ്ക്കും വേണ്ടി എടുക്കുന്ന ഈ തീരുമാനത്തെ അട്ടിമറിക്കാൻ ആർക്കും കഴിയില്ലെന്ന് ലോകം തന്നെ തിരിച്ചറിയുകയാണ്. ഇതൊക്കെ വലിയ വലിയ കാര്യങ്ങളല്ലേ? സാധാരണക്കാരനായ എനിക്ക് എന്താണ് ഗുണം എന്ന് ചിന്തിക്കുന്നുണ്ടോ? തീർച്ചയായും ഉണ്ടാവുമല്ലേ. ഇന്ന് നമ്മൾ വാങ്ങുന്ന ഫോണിന്റെയോ ലാപ്ടോപ്പിന്റെയോ വിലയുടെ വലിയൊരു പങ്കും ഈ ചിപ്പുകൾ ഇറക്കുമതി ചെയ്യുന്നതിനായി ചിലവാക്കുന്നതാണ്. ഇന്ത്യയിൽ തന്നെ ഇവ നിർമ്മിക്കാൻ തുടങ്ങിയാൽ ഈ ഉൽപ്പന്നങ്ങളുടെ വില ഭാവിയിൽ കുറയാൻ സാധ്യതയുണ്ട്. കൂടാതെ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ടെക് ഹബ്ബായി ഇന്ത്യ മാറുന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെയും ആത്മവിശ്വാസവും അഭിമാനവും വർദ്ധിപ്പിക്കും. അപ്പോൾ പ്രേക്ഷകരെ, ഇത്രയും നേരം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒറ്റവാക്കിൽ പറഞ്ഞാൽ ഇന്ത്യ പഴയ ഇന്ത്യയല്ല. ഒരു രാജ്യത്തിന്റെ വളർച്ചയെ തടയാൻ നോക്കുന്ന കുതന്ത്രങ്ങളെയും അനാവശ്യമായ വിമർശനങ്ങളെയും പാടെ അവഗണിച്ചുകൊണ്ട് ഇന്ത്യ ഇന്ന് ചരിത്രം കുറിക്കുകയാണ്. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.